നമസ്കാരം. നമ്മൾ വയനാട് മേപ്പാടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് വേദനയിൽ കുതിർന്ന അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ടുള്ള ആ ഒരവസ്ഥ അതിൻ്റെ സങ്കടമായി പാടാക്കണം അവിടെ കണ്ട് കാണാൻ പാടില്ല. നമ്മൾ പോയാൽ മതിയായിരുന്നു താനുണ്ട്. പക്ഷേ മാഷി മര്യാദ വെച്ച ദിവസം ഉറങ്ങിയ ദിവസം ചേട്ടാ പേരെങ്ങനെയായിരുന്നു? രവി. എന്തോ രവി 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 ചേട്ടൻ്റെ വീട് എവിടെയായിട്ടായിരുന്നുണ്ടായിരുന്നു? എൻ്റെ വീട് ഫാക്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ലയത്തിലുണ്ടായത് ഒരു ലയത്തിലായിരുന്നു. ലയത്തിലാണ് ഞങ്ങൾ 5 ലയനുണ്ടായി. ഈ 5 ലയങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? അത് ഫാക്ടറി കോളനി എന്ന് പറയും. ഇതാണ് ഫാക്ടറി കോളനി അല്ലേ? ഓക്കെ. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? നിങ്ങൾ ഏകദേശം എത്ര മണിയോട് കൂടിയാണ് ഇത് മനസ്സിലായത്? അപ്പൊ വീടുകളിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു? ഞങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും എൻ്റെ മോനും ഭാര്യ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു മകനാണോ? ഒരു മകൻ. ഓക്കെ. എന്താ മകൻ എന്താ ചെയ്യുന്നത്? മകൻ പഠിച്ചുകൊണ്ടിരിക്കണം. ഭാര്യ എന്താ ജോലി ചെയ്യുന്നുണ്ടോ? ഭാര്യ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നു. ചേട്ടൻ എന്താ ജോലി ചെയ്യുന്നത്? എസ്റ്റേറ്റ് ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്തായിരുന്നു പിന്നെ? ഞാനൊരു 12:50 മൂത്രമൊഴിക്കാൻ സമയത്ത് വന്ന് കിടന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭൂമി ഈ കട്ടിലിങ്ങനെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ ഓടിയോ ഞാൻ പറഞ്ഞു ഉണ്ണി എന്താ വിഷയം വണ്ടി ഷട്ടായിട്ട് എന്താ ഒച്ച പറഞ്ഞു. അങ്ങനെ അവനെയും പോയിട്ട് പുറത്തിറങ്ങുമ്പോൾ പുഴയിൽ കൂടെ കുറേ വെള്ളം നല്ല ഇടിച്ചിട്ട് വെള്ളം പോകുന്നുണ്ട്. അന്നേരം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുണ്ടക്കഴിഞ്ഞ് പാടി വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് ഓടി വരുന്നുണ്ട്. ചളിയും ഇതൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. എന്താ വെച്ചാൽ മുണ്ട് പൊട്ടിയിട്ടുണ്ട്. അന്നേരം അവരെല്ലാം കൊണ്ട് വീട്ടിലോട്ട് ആക്കി അവർക്ക് കയ്യും കാലും കൈ പിടിപ്പിച്ച് കൊടുത്ത് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് എൻ്റെ മോനെ ഡ്രസ്സൊക്കെ എടുത്ത് അണിച്ചു കൊടുത്ത് അന്നേരം ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കുട്ടീൻ്റെ കാല് പൊട്ടിയിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന് എല്ലൊക്കെ പുറത്തായിരുന്നു. അതിൻ്റെ ഇവിടെ ഇടിച്ചിട്ട് ചോര ഇങ്ങനെ ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഏട്ടനും വെള്ളത്തിൽ പോയി. അച്ഛനും അമ്മയും ഏട്ടനും മരണപ്പെട്ടു. അപ്പൊ അത് ഈ കൊണ്ടിരുന്ന ആരാണ്? കുഞ്ഞിനെ കൊണ്ടിരുന്ന ആരാണ്? കുട്ടി ഒളിച്ചു പോകുമ്പോൾ പിടിച്ച് പെട്ടെന്ന് കിട്ടിയതാണ്. കുട്ടിക്കൊന്നും പറ്റില്ല. ആ കുഞ്ഞിന്റെ പേരൻസിനെ ഒക്കെ ചേട്ടൻ അറിയുന്നതാണ്. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന ലയത്തിന്റെ അടുത്ത് എത്ര ദൂരത്തിലായിട്ടാണ്? മാക്സിമം ഒരു 300 മീറ്റർ അകലാണ്. 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് അവരെ അറിയുന്നതാണ്. എത്ര വർഷമായിട്ട് ചേട്ടൻ ലയത്തിലുണ്ട്? ഞാൻ പ്രസവിച്ച തന്നെ അവിടുത്തെ ആ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ആദ്യം പോലെ ജനിച്ചു പണ്ട് പോലെ അവിടെ തന്നെയാണ്. എന്റെ വയസ്സ് ഇപ്പൊ ഒരു 59-60 വയസ്സാണ് ഇപ്പൊ. അതൊക്കെ അറിയുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ കുളിപ്പിച്ച് കളത്തി കൊല്ലാഞ്ഞപ്പോൾ 2:30 ആകുമ്പോൾ ഭയങ്കര സ്ഥലം. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കുളിപ്പിച്ച് കളിച്ചപ്പോൾ നമുക്ക് ഈ കിടക്കുന്ന സ്ഥലമില്ലല്ലോ. പിന്നെ കിടത്തിയപ്പോൾ ദയവല്ലേ ഉള്ളൂ. അതിനകത്ത് കിടത്തിയപ്പോൾ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ ആരെയാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? ഈ മുണ്ടക്കയിൽ ഫസ്റ്റ് പൊട്ടിയപ്പോ ഈ ആക്സിഡന്റ് പറ്റിയ ആൾക്കാരെ കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി. പരിക്ക് പറ്റിയല്ലോ. മറ്റേതൊന്നും കിട്ടിയില്ല. അപ്പൊ ഈ കുഞ്ഞ് വരുമ്പോ ഈ കുഞ്ഞിന് ബോധം ഉണ്ടായിരുന്നോ? കുഞ്ഞും ബോധമുണ്ട്. എങ്ങനെ കൊച്ചു കരയാണോ? എങ്ങനെയായിരുന്നു? കൊച്ചെന്നെ രക്ഷിക്ക് വെച്ചുകൊണ്ട് കുട്ടിക്ക് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചെറിയ കുട്ടിയാണ്. ഈ കൂടെയുള്ള കൊണ്ടുവരുന്ന ആരായിരുന്നു കൊച്ചിനെ? തൊട്ടടുത്തുള്ള അയാളുണ്ട്. അവനും എല്ലാ ചളി മാത്രമല്ല മുറിവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തല മുറിയൊക്കെ ഉണ്ടായിരുന്നു. ഈ മോളുടെ പേരെന്താന്ന് അറിയില്ല. അച്ഛന്റെ അമ്മയുടെ പേരെന്താണ്? അച്ഛന്റെ പേര് പിന്നെ പ്രക്ഷോഭ്. അമ്മന്റെ പേര് മിനിമോണ്. അവരെല്ലാം ഈ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. അല്ല, അവൻ ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ ചെക്കൻ ഭാര്യ അശ്വതി പണി ജോലിയുണ്ട്. ഇവരെങ്ങനെ മരണപ്പെട്ടത്? എങ്ങനെയാണ് ഇവര് ഈ വെള്ളം വന്ന് ചെളി വന്ന് മൂടിയാണോ? എങ്ങനെയായിരുന്നു ഇത്? വന്ന് കഴിഞ്ഞപ്പോൾ ലയത്തിന് റൂഫ് മേലെ കിട്ടതാണ്. റൂഫ് എല്ലാം കൂടെ പൊളിഞ്ഞ് അവരുടെ മുകളിലേക്ക് വീണു. അപ്പൊ ഈ അച്ഛനും അമ്മയും ഈ ചെളിയിൽ പൊതിഞ്ഞ് അവിടെ കിടക്കുകയാണ്. കിട്ടുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. ചെളിയിൽ പൊതിഞ്ഞാണ് കിട്ടിയത്. ഇന്നലെയാണ് കിട്ടിയത്. പറയാൻ പറ്റുന്ന അവസ്ഥയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2:30 ആകുമ്പോഴാണ് വലിയ പൊട്ട് വരുന്നത്. അത് വെച്ചാൽ വലിയ പൊട്ടാണ്. അതായത് 12:50 ഭൂമി കുലുങ്ങുന്ന പോലെ ഒച്ച ചേട്ടൻ കേട്ടു. എന്നിട്ട് 50 1 മണി ആയിട്ടുണ്ട്. മൂത്രമൊഴിക്കാൻ വേണ്ടി എണീറ്റ സമയത്താണ് ഈ ശബ്ദം കേൾക്കുന്നത്? അല്ല, എണീറ്റ് ഞാൻ കട്ടിൽ കിടന്ന് നോക്കുമ്പോൾ ഒച്ച കേൾക്കുന്നത്. അപ്പൊ ഞാൻ മോനെ ഉണ്ണിന്ന് വിളിച്ചു. മോനെ രാഹുൽ എന്ന പേര്. ഉണ്ണിന്ന് വിളിച്ചു. എനിക്ക് 2:30 ഒച്ച കേൾക്കുന്നു എനിക്ക് പറഞ്ഞു. അന്നേരമാണ് ഈ സംഭവം ഇങ്ങനെ അറിയുന്നത്. പിന്നെ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് 2:30 ആകുമ്പോൾ വലിയ പൊട്ട് എന്തോ വരുന്ന പോലെ. അങ്ങനെ അവിടെ കുഞ്ഞുങ്ങളെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഈ തോളിലും ഒന്നും നോക്കിയില്ല. അന്നേരം വേറൊരു തേയിലത്തോട്ടത്തിന് ഹില്ലിലേക്ക് കൂടി ചെന്ന് കാലപ്പം നിന്ന് പോയിട്ട് അന്നേരം അതിൽ കൂടെ ഒഴുകി പോകുമ്പോൾ ആ പോക്ക് ആണ് ആ വീടുകളൊക്കെ എല്ലാം പോയത്. അപ്പൊ ഇതിങ്ങനെ ഒഴുകി വരുമ്പോൾ ചേട്ടന്റെ ലയം എങ്ങനെയായിരുന്നു? സേഫ് ആയിരുന്നു? ഒന്നും കാണാൻ പറ്റില്ല. ചേട്ടന്റെ ലയത്തിലേക്ക് വെള്ളം കയറിയോ? വെള്ളം അടുത്തെത്തിയിട്ടുള്ളൂ.
ഒരു കുറച്ചും കൂടി ആണെങ്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 പൊട്ടിയതാണ് കഴിച്ചത്. ഈ 3 പൊട്ടി ഒരു സമയത്ത് പൊട്ടിയാണ് എല്ലാം പോയിട്ടുണ്ടോ? എല്ലാം പോയിട്ടുണ്ടോ? അതിങ്ങനെ വിട്ട് പൊട്ടിയതുകൊണ്ട് 12 1 മണിയോട് കൂടിയാണ് ആദ്യത്തെ ചേട്ടൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുതിയപ്പോൾ ആദ്യ ശബ്ദം കേൾക്കുന്നത്. അതെ. അത് കഴിഞ്ഞ പിന്നെ 2:30 അപ്പം എല്ലാ റോട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ 12:50 ഈ 1 മണി സമയത്ത് ആദ്യത്തെ പൊട്ടിയല്ലോ, ആ പൊട്ടിയ സമയത്ത് ഈ ഉണർന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളെ വിളിച്ചുകൊണ്ടിരുത്താനുള്ള അങ്ങനെ ഒരു സാഹചര്യ സമയം മുണ്ടക്കയിൽ ആയിട്ട് വരികയാണല്ലോ. പിന്നെ ഞങ്ങൾക്ക് താഴെ ഒച്ചയിലേക്ക് അവർക്ക് പെട്ടെന്ന് നിമിഷം കൊണ്ട് അവർക്ക് എത്തി. നിങ്ങൾ താഴേക്കാണല്ലേ? ഞങ്ങൾ കുറച്ച് താഴോട്ടാണ്. അപ്പൊ രണ്ടാമത്തെ പൊട്ടെന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് പൊട്ടി വരുമ്പോൾ മുകളിൽ നിന്ന് ആളുകളെല്ലാവരും അടക്കമായിരിക്കും ഇത് വരുന്നത്, വീടുകളടക്കം എല്ലാം വരുന്നത്. അപ്പോഴേക്കും നിങ്ങൾ താഴത്തുനിന്ന് മാറി. അപ്പോഴത്തേക്ക് ഇവരൊക്കെ മാറ്റിയിട്ട് ഒരു ഹിൽ സൈഡിൽ കൊണ്ടാക്കി. പിന്നെ മാത്രമല്ല ബാക്കി അവിടെ ഫസ്റ്റ് പൊട്ടിയപ്പോൾ ആൾക്കാർ റോട്ടിലുള്ള ആൾക്കാരൊക്കെ വണ്ടിയിൽ, അപ്പം ഞങ്ങളുടെ പാടിയിൽ ഒരു 4-5 ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പ് അടിച്ചിട്ട് അഷ്ടമേറ ബംഗ്ലാവിന് നേരെ മേലെ കൊണ്ട് കയറ്റി. അത് ബംഗ്ലാവിൽ പണ്ട് വെള്ളക്കാരുള്ളത് കൊണ്ട് കെട്ടി ഹില്ലിലാണ്. അപ്പോൾ അവരുടെ ഹില്ലിൽ കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെ വന്നു. അത് പിന്നെ മറ്റപ്പെട്ട് പൊട്ടുന്നു. അപ്പൊ രവിചേട്ടൻ ഈ 2:50 പറഞ്ഞല്ലോ, അതിനുശേഷം 12:50 ആദ്യത്തെ, രണ്ടാമത് 2:30 കൂടിയ മറ്റോ ആ സമയത്താണ് ഈ പ്രജീഷിന്റെ താഴെ ലയത്തിലെ ആൾക്കാരനൊക്കെ ഒഴിവാക്കിയിട്ട് ഹോസ്പിറ്റലിന്റെ മുകളിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ അഷ്ടമേറ ബംഗ്ലാവ് ഹില്ലിലേക്ക് കൊണ്ടാക്കി. അപ്പൊ ഈ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് മുകളിലേക്ക് കൊണ്ടാക്കുന്നത്. അവരെ 3 ചെക്കന്മാരാണ്, അവരെല്ലാം കൊണ്ടായിട്ട് ഇവിടെ നിൽക്കേണ്ട എല്ലാവരും കൊണ്ടാക്കി ബംഗ്ലാവിലേക്ക് കൊണ്ടാക്കി. അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ സംഭവം വെച്ച് മറ്റത് വരുന്നത്. അന്നേരം പാലുണ്ടായിരുന്നു അവിടെ പാലുണ്ടായിരുന്നു, അമ്പലം ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ പൊട്ടി വെട്ടി ഞാൻ ഇറങ്ങി താഴേക്ക് പോയി നോക്കുമ്പോൾ പിന്നെ പാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലുണ്ട്, ഹോസ്പിറ്റലിന്റെ ഫ്ലാറിലൊക്കെ വെള്ളമായിരുന്നു. പിന്നെ കാല് വഴിയത്ത് സുഖമില്ലാത്ത ആൾക്കാരനൊക്കെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പല ആൾക്കാർ ആക്കിയിട്ടുണ്ട്. ഈ പ്രജീഷ് രവിചേട്ടന്റെ ആരായിട്ട് വരും? എൻ്റെ അമ്മയുടെ അനിയത്തിന്റെ മോനാണ്. അമ്മയുടെ അനിയത്തിയുടെ മകൻ. എത്ര വയസ്സുള്ള ആളാണ് പ്രജീഷ്? അവനിക്ക് 34 വയസ്സുണ്ട്. 34 വയസ്സുണ്ട്. കുടുംബം ഉണ്ടോ? കല്യാണം കഴിച്ച കുട്ടികളില്ല? ഒന്നുമില്ല. അപ്പൊ ആള് ഭയങ്കര ഓടി നടന്ന് എല്ലാവർക്കും പറ്റിയവരെല്ലാം കൊണ്ട് മുകളിൽ കൊണ്ട് വിട്ടു. അല്ല, ഇങ്ങനെ മാത്രമല്ല, എല്ലാ കല്യാണത്തിന് വേഗം മരണം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഓടിയെത്തുന്ന നാട്ടിൽ എപ്പോഴും സഹായിയായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഈ സമയത്ത് ഓടി അവിടെ സ്ഥലത്തുണ്ടെങ്കിൽ ഓടിയെത്തുന്ന ആളാണ്. അപ്പൊ ജസ്റ്റ് മുന്നായിട്ട് തലേസം കുറെ ഗസ്റ്റിനായിട്ട് ഇവിടെ പോയിരുന്നു, റിസോർട്ടിൽ പോയിരുന്നു മുണ്ടക്കത്തങ്ങ്. അപ്പൊ അവിടെ ഫസ്റ്റ് ഒരു പൊട്ട് പൊട്ടിയിട്ടുണ്ട്, തലേദിവസം പൊട്ടിയിട്ടുണ്ട്, ചെറിയ പൊട്ട് പൊട്ടിയിട്ടുണ്ട്. എന്തായാലും വരാൻ കഴിയാത്തതുകൊണ്ട് ഇവിടുന്ന് ഫയർഫോഴ്സിനെ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഫയർഫോഴ്സുകാരാണ് അവർ രക്ഷപ്പെടുത്തിയത്. അവരെ ഏത് ഈ ടൂറിസ്റ്റുകാർ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസമാണ് സംഭവം ഉണ്ടായത്. ഈ പ്രജീഷ് അപകടത്തിൽപ്പെടാനുള്ള ഒരു കാരണം എങ്ങനെയാണ്? അത് വെച്ചാൽ ഈ രണ്ടാമത്തെ പൊട്ട് പൊട്ടിയപ്പോൾ കുറെ പേര് ഇതാക്കിയപ്പോൾ അപ്പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, പ്രതീക്ഷയെ എന്നെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അടുത്ത വെള്ളം വരുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നില്ല, കാരണം പുള്ളി അപ്പൊ ഈ പൊട്ടിയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് പ്രതീക്ഷ ശ്രദ്ധിക്കുന്നില്ല. ഈ പ്രതീക്ഷ രക്ഷിക്കണമെന്ന് പറയുന്ന കേട്ട് പ്രതീക്ഷ അങ്ങോട്ട് ചെല്ലുക ഓടിച്ചെന്നാണ്. അങ്ങനെ പാലത്തിന്റെ അപ്പൊ ഈ ചെറുതായിട്ട് വെള്ളം വരുന്നോണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്കാണോ ആളെ? അപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് വലിയ പൊട്ടി വെള്ളം പടർന്നു വന്നു. ആ വെള്ളത്തിൽ ഇയാൾ പെട്ടുപോയി. ആദ്യം ഉണ്ടെന്നാണ് 2 മണി വരെ ഉണ്ടെന്നാണ് നമ്മളെ ഇതുണ്ടായത്. അത് ഇക്കരെ പൊട്ടിയതുകൊണ്ട് ഇക്കരെ ഉണ്ടെന്ന് വിചാരിച്ചു. എപ്പോഴാണ് മനസ്സിലാവുന്നത് പ്രജീഷ് പോയി? പിന്നെ 3 മണിക്ക് പഞ്ചായത്ത് വിളിച്ചതാണ് പ്രജീഷിന്റെ ബോഡി ഇവിടെ ഉണ്ട്. അന്നേരം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സംഭവിച്ചതിന് പകല് ഒരു 3 മണിയാകുമ്പോൾ 2-2:30 വരെ ഞങ്ങൾക്ക് ഓഫുണ്ട് ഇവിടെ ഇപ്പുറത്തുണ്ടെന്ന് ധാരണയായിരുന്നു. പാലം മുട്ടുവാൻ ഞങ്ങൾക്ക് അപ്പുറം കിടക്കാൻ കഴിയില്ല. അതങ്ങനെ സംഭവം പറഞ്ഞാൽ എപ്പോഴും അതൊരു കല്യാണം ഉണ്ടെങ്കിലും 3 ദിവസം മുന്നേ അവിടെ എന്താ ചെയ്യണത് എല്ലാ കാര്യം ചെയ്യും, എല്ലാ കാര്യങ്ങളും. ഈ പ്രജീഷാണോ ഈ പറഞ്ഞ എത്ര പിള്ളേർ അങ്ങനെയുള്ളൊരു നഷ്ടപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ 15 പിള്ളേരുണ്ട്. 15 പിള്ളേരോട് നഷ്ടപ്പെട്ടോ? ഈ പ്രജീഷിന്റെ ആ ഒരു റേഞ്ചിലുള്ള അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരൊക്കെ ഉണ്ട്. എന്നാലും അവർ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എല്ലായിടത്തും മരണമായാലും കല്യാണം ആയാലും മറ്റു കാര്യത്തിൽ എന്തുണ്ടെങ്കിലും ഓടിയെത്തും, പിരിവുണ്ടെങ്കിലൊക്കെ ഓടി വന്നിട്ട് സഹകരിച്ചൊക്കെ ചെയ്യുന്നതാണ്. പ്രജീഷിന്റെ കുടുംബത്തിൽ വേറെ ആരൊക്കെയുണ്ട് അംഗങ്ങൾ? അമ്മയും ഒരു ചേട്ടൻ്റെ ഭാര്യ, ചേട്ടൻ്റെ മക്കള്. അവരിവിടെ ഉണ്ടോ? അവർ താഴെ ഉണ്ട്, ക്യാമ്പിലുണ്ട്. ഭയങ്കര സംഭവിക്കും. ആ നാട്ടുകാർക്ക് പോയപ്പോഴേ ഒരുപാട് പരിചയമുള്ള എത്ര ഞങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന എത്ര വർഷം 10-30 വർഷം ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പോയത് ഭയങ്കര സങ്കടമായിരിക്കും. എത്ര പാടാക്കുണ്ടാവും അവിടെ കാണാൻ മതി, നമ്മൾ പോയാൽ മതി കാണാനുണ്ട്. ചില സാഹചര്യങ്ങളിൽ മര്യാദ കഴിച്ച ദിവസം ഉറങ്ങിയ ദിവസങ്ങൾ ഒന്നും മോഡിയുള്ള ആൾക്കാരെ കാണാൻ കഴിയില്ല. അവൻ്റെ ഒന്നുകൊണ്ട് മുഖമൊക്കെ അറിയാണ്ട്, കാലൊക്കെ അറിയണ്ട്. കാര്യമില്ല, ചിലർ കഴുത്തില്ല, കൈയില്ല, മുഖത്തിന് ഇവിടെ പൊട്ടിപ്പോയിരുന്ന ആളറിയണേ ഇല്ല.